പറഞ്ഞിട്ടുള്ള സംസാരവും. അപ്പോൾ കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആണോ? ഇവരെന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇവരെന്താണ് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത്? ഈ വേണ്ടാത്ത പ്രോഡക്ട്സ് കുട്ടികളുടെ സ്കിന്ന് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ സ്കിന്ന് നശിപ്പിക്കുന്ന, ഭാവിയിൽ അവർക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഇവർ പ്രൊമോട്ട് ചെയ്ത് അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. അവർ വലിയ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, അവർക്ക് ഭയങ്കര ആർഭാടത്തിൽ നടക്കുന്നു. എന്നിട്ട് അവരുടെ മുഖം നശിക്കാതിരിക്കാൻ വേണ്ടി അവർ ഡോക്ടറെ കണ്ട്, സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഇതേപോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നു. അതിന് 50,000, 75,000, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെയാണ് ഈ സ്കിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടിങ് ഫീയും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താ പറയുക ബില്ലും ഒക്കെ വരുന്നത്. അതൊക്കെ സാധാരണക്കാരായി നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗർമാരുടെ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇവർ പറയുന്ന പ്രോഡക്റ്റ്സ് ഒന്നും നിങ്ങൾ വാങ്ങിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ല, വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട്. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു കാരണം. ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ യൂട്യൂബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ വിഷയങ്ങളാണല്ലോ. വിഷയദാരിദ്ര്യമില്ല, കണ്ടൻറ്റിന് ഒരു ക്ഷാമവുമില്ല. ഒന്നീ അവിഹിതമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, തൊപ്പിയുടെ പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളിലൊന്നും സംസാരിക്കാറില്ല. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇവിടെ ഒരുപാട് ബ്യൂട്ടി വ്ളോഗർമാർ. കാരണം ഒരു കാലത്ത് ബ്യൂട്ടി വ്ളോഗർമാർക്ക് ഭയങ്കര ചാകരയായിരുന്നു. കാരണം അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹമുള്ളവരെ, നമ്മളെല്ലാവരും സ്ത്രീകളായാലും പുരുഷന്മാർക്കായാലും നമ്മൾ കുറച്ച് നന്നായിട്ട് നല്ല സ്കിന്നോടുകൂടി അല്ലെങ്കിൽ നല്ല സൗന്ദര്യത്തോടു കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ സൗന്ദര്യം എന്ന് വിചാരിക്കുന്നത് മാക്സിമം ആൾക്കാർ വിചാരിക്കുന്ന വൈറ്റ് കളറാണ്, ഫെയർ ആവുക അല്ലെങ്കിൽ വെളുക്കുക എന്നുള്ളതാണ് ഈ സൗന്ദര്യം എന്ന് വിചാരിക്കുന്നതാണ് ഒരുപാട് ആൾക്കാർക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ഈ സ്കൂളിലൊക്കെ കുറച്ച് കളർ കുറഞ്ഞ ആൾക്കാർ, ചില ടീച്ചേഴ്സ് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ടീച്ചേഴ്സ് ഈ കറുത്ത എടി കറുമ്പി എന്നൊക്കെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു വെളുത്തിരിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഞാനതപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. കാരണം എനിക്ക് എൻ്റെ കളറും വലിയ താല്പര്യമില്ലാത്ത കളറാണ്. കാരണം നമ്മളൊരു പച്ചരി, എനിക്ക് എലിക്കുഞ്ഞെന്നും പച്ചരി എന്നൊക്കെ ആയിരുന്നു എൻ്റെ പഴയ പേര്, എൻ്റെ എന്താ പറയുക, എൻ്റെ ഇരട്ട പേരുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്, പക്ഷേ ഈ കുട്ടികളെ കറുമ്പി എന്ന് വിളിക്കുമ്പോൾ അവരുടെ ആ ഫേസൊക്കെ ഞാൻ കാണാറുണ്ട്, ഭയങ്കര വിഷമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിനക്ക് ഭയങ്കര വെളുപ്പാന്നല്ലോ, എങ്ങനെയാണ് നീ വെളുത്തേ? അപ്പം ഞാൻ ജനിച്ചപ്പോഴേ വെളുത്തതായിരുന്നു. കാരണം എൻ്റെ അമ്മയൊക്കെ നല്ലതായിട്ട് വെളുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വെളുത്തു പോയതാണ്. അതെൻ്റെ കുറ്റവും അല്ല, എൻ്റെ കൂടുതലുമല്ല. അവർ കറുത്തിരിക്കുന്നത് വളരെ മോശമല്ല. അവർക്ക് എന്നേക്കാൾ നല്ല സൗന്ദര്യമുണ്ട്, എന്നേക്കാൾ നല്ല സ്കിന്നുമുണ്ട്. പക്ഷേ നമ്മുടെ തലമുറ മാത്രമല്ല, നമ്മൾ കുറച്ച് പ്രായമായ മുതുക്ക ആൾക്കാർ പോലും സൗന്ദര്യം കൂട്ടണം, അത് നല്ല ഫെയർ ആകണം എന്നുള്ളതാണ് ആഗ്രഹം. അതിനെ മുതലെടുക്കാൻ വേണ്ടി കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് കുറേ വർഷമായിട്ടും, ഒരു 3-4 വർഷമായിട്ട് നമ്മൾ കാണുന്നത് ബ്യൂട്ടി വ്ളോഗർമാർക്ക് ഭയങ്കര ചാകരയാണ്. അവർക്കിങ്ങനെ ഇത് സബ്സ്ക്രൈബേഴ്സ്, നമ്മളിനി എന്തും സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്ന 1, 2, 2,000 ആൾക്കാർ പുതിയ ആൾക്കാരിലേക്ക് എത്തുവാണെങ്കിൽ മാക്സിമം ഒരു 10 പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തില്ല. പക്ഷേ അവരൊക്കെ ഒരു പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ലക്ഷങ്ങളാണ് ഈ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ ആൾക്കാരെ പറ്റിക്കപ്പെടാനായിട്ട് നമ്മുടെ ജനങ്ങളങ്ങ് നിന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഡേ ബൈ ഡേ ഇങ്ങനെ ആൾക്കാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ബ്യൂട്ടി വ്ളോഗർമാർ പരീക്ഷിക്കുന്ന ഈ പ്രോഡക്ട്സ്, അവർ വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ്സ് ഇപ്പോൾ തേക്കുകയാണ്. ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട്, ഞാൻ ഈ പ്രോഡക്റ്റ്സ് തേച്ചപ്പോൾ ടാൻ പോയി, എന്നിട്ട് ഇവിടെ വെളുത്തു, എൻ്റെ ഇതുണ്ടല്ലോ, എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസൊക്കെ മാറുമ്പോൾ ഒരു കുരു വരുമല്ലോ, ഒരു കുത്തുണ്ട്. ഇപ്പം നിങ്ങൾക്കത് ഇതാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിപ്പോൾ എൻ്റെ ഫോൺ പൊട്ടിപ്പോയ ഫോണായതുകൊണ്ട്, ഐഫോണിലല്ല ഞാൻ ഫോൺ എടുക്കുന്നത്. ഐഫോൺ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മുഖത്തെ സകല വൃത്തികേടുകളും ക്ലിയറായിട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിനകത്ത് അത്രയ്ക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. കുറച്ചും കൂടി ഇതിപ്പോൾ നല്ല ജനലിൻ്റെ അവിടെ ഇരിക്കുന്നതുകൊണ്ട്, അല്ലാണ്ട് ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ജനലിൻ്റെ വെട്ടമാണ്, സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റിലാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ മേന്മയൊന്നുമല്ല, ഞാനിപ്പോൾ പറയണേ. അപ്പോൾ നമ്മുടെ ഈ മുഖത്തുള്ള സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്, ഇവിടെയൊക്കെ മാറാനായിട്ട് ഈ ഒരു ക്രീം തേച്ചാൽ മതി. ഞാൻ ആദ്യം ഒരു ക്രീം തേക്കും, അത് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ക്രീം തേക്കും. അങ്ങനെ ക്രീം തേക്കുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരെ, കുട്ടികളെ മാത്രമല്ല ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും, അതുപോലെ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ളൊരു 45 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഒക്കെ വിചാരിക്കും കരിമംഗല്യം പോവാനും, അതുപോലെ തന്നെ എന്താ പറയുന്നത് മെലാസ്മ അത് മാറാനും, കറുത്ത കുത്തുകൾ മാറാനും, അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചും കൂടി ടൈറ്റ് ആവാനും ഒക്കെ ഇതൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ഈ പറയുന്ന കണ്ണുമടച്ച് വിശ്വസിച്ച് പ്രോഡക്റ്റ്സ് എല്ലാം വരുത്തേക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബ്യൂട്ടി
വ്ളോഗർമാരെല്ലാം ഡോക്ടേഴ്സിനെ കണ്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവർ ഓരോ തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്കിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ പല ഒരു ക്ലിനിക്കിൽ ഞാനിപ്പം എൻ്റെ ഈ ഐ ബാഗ് എനിക്കിവിടെ ഇങ്ങനെ കണ്ണിൻ്റെ താഴെ കുറച്ച് ഐ ബാഗുണ്ട്. ഞാനങ്ങനെ എനിക്ക് രാത്രിയിൽ നൈറ്റിൽ ഉറക്കം കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡോക്ടറെ കണ്ട് ഒരു കോസ്മെറ്റോളജി MBBS കഴിഞ്ഞ് ഒരു കോസ്മെറ്റോളജി ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ ഈ ഐ ബാഗ് എങ്ങനെയാണ് മാറ്റാൻ. ഞാൻ വരുൺ നമ്പ്യാർ നമ്മളെ മാക്സിലോ ഫേഷ്യൽ സർജൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഇട്ടു സർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തോ ബഫ്ലോ പ്ലാസ്റ്റി എന്തോ സംതിങ് ബഫ്ലോ പ്ലാസ്റ്റി അങ്ങനെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് അറിയാമെങ്കിൽ അതൊന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബാഗെല്ലാം മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന് എന്നെ 75,000 തൊട്ടാണെന്ന് പറഞ്ഞു, 75,000 രൂപ. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിത്തകർന്നു. എൻ്റെ ദൈവമേ, 75,000 പോയിട്ട് നമ്മൾ ജസ്റ്റ് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനും. അപ്പം നമ്മൾ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊരു ഐസ് പാക്കൊക്കെ എടുത്ത് വെച്ചിട്ട് മതി, അതിൻ്റെ അപ്പുറത്തേ ഉള്ളൂ. കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും മേക്കപ്പ് ഇടുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ അത്ര ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഏജിൻ്റെ കാറ്റഗറിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നോക്കിയപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ കീറി വെച്ചിട്ട് അവിടെ നിന്ന് ഈ ഫാറ്റൊക്കെ എടുത്ത് കളഞ്ഞ് വേണ്ടാത്ത എക്സസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ കീറി വയ്ക്കുന്നതൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. പിന്നെ നമ്മൾ 75 പോയിട്ട് നമുക്ക് പൈസ വെറുതെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആ വശത്തേക്ക് പോവില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലിനിക്കിൽ ഞാനിങ്ങനെ എന്താ പറയുന്നത് ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഞാനിങ്ങനെ ചോദിച്ചു. ഞാനിങ്ങനെ വരുന്ന വഴിയിൽ ആ ഡോക്ടറുടെ ആ ക്ലിനിക്ക് കണ്ടപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ വഴുതക്കാട്, അപ്പോൾ ഇടപ്പഴഞ്ഞി. അപ്പോൾ ഞാനത് ചോദിച്ചപ്പം അവർ പറഞ്ഞ് ഐ ബാഗ് മാറ്റാം എന്തോ PRP ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതേ കണക്കുള്ള അപ്പം അവർ ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് പല ആൾക്കാർ അവർക്ക് ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ സകലമാന സെലിബ്രിറ്റികളും മറ്റവരും മറിച്ചവരും ഈ ഒരു ട്രീറ്റ്മെൻറ്റുകൾക്ക് സ്കിൻ ട്രീറ്റ്മെൻറ്റുകൾക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഞാനിങ്ങനെ തപ്പിയപ്പോഴാണ് പല ബ്യൂട്ടി വ്ളോഗേഴ്സും ഇങ്ങനെയുള്ള ക്ലിനിക്കുകളിലെല്ലാം ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം വന്നിരുന്ന് ഓരോരോ പ്രോഡക്ട്സ് നമ്മളെ കാണിച്ചുകൊണ്ട് ഇതാണ്. അപ്പോൾ ഈ പ്രോഡക്ട്സ് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന അവർക്ക് 1,00,000 50,000 ലക്ഷവും ഒക്കെ രൂപ കിട്ടും. അപ്പോൾ അവരത് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് മുഖത്ത് വാരി തേച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ അവരുടെ മുഖത്ത് പ്രശ്നമാവുന്നത് കൊണ്ടാണ് അവർ പോയിട്ട് കോസ്മെറ്റോളജി ഡോക്ടേഴ്സിനെ കണ്ട് സ്കിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബേബൈ കല്യാണി എന്ന് പറയുന്നൊരു ബ്ലോഗറാണ്. ഓൾറെഡി അവരുടെ ഫ്രണ്ട്സ് അവരുടെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ അറിയാം. അവരുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജൊക്കെ അവർ കറുപ്പ് കളർ ബ്ലാക്ക് കളറുള്ള ഒരു ലേഡി ആയിരുന്നു. അവർ ബ്ലാക്ക് കളർ നല്ല അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഫേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരെന്തിനാണോ വെളുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്കിൻ വൈറ്റനിങ് ക്രീം എന്തോ തേച്ച് അവർക്ക് പ്രശ്നമായി. അവരുടെ വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്കറിയാം, അവർക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണ്. 1.6 മില്യൺ ആൾക്കാരൊക്കെ കാണുന്നവരാണ്. എന്ന് ആലോചിച്ച് നോക്കിയാൽ ജനങ്ങളെ പറ്റിക്കുന്നത്. അവർ ഓരോരോ ക്രീമുകൾ മുഖത്ത് തേച്ചിട്ട് ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, മറ്റത് ചെയ്താൽ മതി. കാരണം ഓരോ ക്രീമും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇത്ര 1,000 രൂപ 1 ലക്ഷം രൂപ കിട്ടും. അതനുസരിച്ച് ഈ നാട്ടുകാരെ പറ്റിക്കാൻ അവർ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 പേരെ നമ്മുടെ വീഡിയോ കാണുന്നുള്ളെങ്കിലും 10 പേരാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അവരിലൊരു അവർക്കൊരു ട്രസ്റ്റ് കൊടുക്കാൻ പറ്റും. നമുക്കൊരു വിശ്വാസം പ്രധാനമാണ്. നമ്മളിങ്ങനെ അവരെ പറ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചാണ് നമ്മളുടെ ഇത് കാണാൻ വരുന്നത്. അപ്പോൾ അവരെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോസ് ഇട്ട് കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ വാങ്ങിച്ച് കാണുന്ന കൊച്ചു കുട്ടികളാണ് മിക്കവാറും ഈ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് ടീനേജിലെ കുട്ടികളാണ്. ഇവർ വീട്ടിൽ കിടന്ന് ബഹളം വെക്കും, ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഈ കുഞ്ഞു പ്രായത്തിൽ സത്യം പറഞ്ഞാൽ മുഖത്ത് ഒന്നും തേക്കാൻ പാടില്ല. ഞാനൊക്കെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മുഖത്ത് പോയിട്ട് പൗഡർ പോലും തേക്കാറില്ല, മുഖം കഴുകും. പിന്നെ ഞാനൊരു NCC കേഡറ്റ് ആയിരുന്നു, കേരളയുടെ സീനിയർ അണ്ടർ ഓഫീസർ ആയിരുന്നു. വെയിലത്തൊക്കെ നിന്ന് ഭയങ്കര വെയിലാണ്. ഈ വെയിലത്ത് നമ്മളൊരു കർച്ചീഫോ എന്തെങ്കിലും സാധനം കാണും ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ അമർത്തി വലിച്ചാണ് തുടയ്ക്കുന്നത്. ഇപ്പോഴാണ് നമുക്കറിയാവുന്നത് ദൈവമേ ഇങ്ങനെ ഒപ്പിയെടുക്കാവുള്ളൂ. പണ്ടങ്ങാണ് നമുക്കറിയായിരുന്നു. നമ്മളത് ചിലപ്പോൾ ഉടുപ്പിൻ്റെ അറ്റമായിരിക്കും, ചിലപ്പം ഇട്ടുകൊണ്ട് വന്ന ഫ്രോക്കിൻ്റെ അറ്റോ പാവാടയുടെയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെയൊക്കെ അറ്റോ ആയിരിക്കും നമ്മളിത് വലിച്ചു വെച്ച് മുഖം അങ്ങ് അമർത്തി വലിച്ചാണ് തുടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടച്ചിട്ട് പോലും നമ്മൾ ഈ പ്രായത്തിൽ ഈ മുതുക്ക് പ്രായത്തിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫേസ് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഏജ് അനുസരിച്ച് ആൾക്കാർ പറയും എൻ്റെ ഏജിൻ്റെ അനുസരിച്ചുള്ള ഫേസ് അല്ല, എനിക്ക് കുറച്ചും കൂടി യങ്ങായിട്ടുള്ള ഫേസ് തന്നെയാണ്.
നമ്മൾ വേറൊന്നും പറയുമല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ മുഖത്തൊക്കെ ഇങ്ങനെ അമർത്തിപ്പെടും. ഞാൻ എന്നാലും ഒരു ടിഷ്യൂസൊക്കെ എടുത്ത് വെക്കും. ഇപ്പോഴാണെങ്കിൽ ടിഷ്യൂ ഒക്കെ എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ തുടയ്ക്കും. കാരണം നമ്മൾ മുഖത്ത് ഞാൻ ഒന്നും തേക്കാതെ ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിയർക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിയർക്കുമ്പോൾ മുഖത്ത് തുടയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ടിഷ്യൂസ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെറുപ്പക്കാരായാലും ഇച്ചിരി പ്രായമുള്ളവരായാലും നമ്മുടെയൊക്കെ കണക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും കൊച്ചു കുട്ടികളായാലും ശരി, നിങ്ങൾ ഈ ബ്യൂട്ടി പ്രോഡക്ട്സിനെ അമിതമായിട്ട് കണ്ണുമടച്ച് വിശ്വസിച്ച് ഇത് തേക്കാതെ. കാരണം ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അതുണ്ട് ഇതുണ്ട്. ഇപ്പോൾ എന്തായിട്ട് ഒരു സോപ്പെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. സോപ്പിൻ്റെ ഇതെന്നും പറഞ്ഞിട്ട് ഗ്ലാമി ഗംഗ, അതേപോലെ ഒത്തിരി പേരുണ്ടല്ലോ. ഇവരല്ലേ ബ്യൂട്ടി വ്ളോഗേഴ്സ്, ജാസ്മിൻ ജാഫർ, പിന്നെ അതുപോലെ ഇപ്പം ബേബൈ കല്യാണി, പൊന്നോ കിന്നോ, എന്തൊക്കെ കുറേ എണ്ണം ഈ ബ്യൂട്ടി വ്ളോഗർ എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഹലോ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരവും. അപ്പോൾ കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആണോ? ഇവരെന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇവരെന്താണ് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നത്? ഈ വേണ്ടാത്ത പ്രോഡക്ട്സ് കുട്ടികളുടെ സ്കിന്ന് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ സ്കിന്ന് നശിപ്പിക്കുന്ന, ഭാവിയിൽ അവർക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഇവർ പ്രൊമോട്ട് ചെയ്ത് അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. അവർ വലിയ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, അവർക്ക് ഭയങ്കര ആർഭാടത്തിൽ നടക്കുന്നു. എന്നിട്ട് അവരുടെ മുഖം നശിക്കാതിരിക്കാൻ വേണ്ടി അവർ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് ഇതേപോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നു. അതിന് 50,000, 75,000, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെയാണ് ഈ സ്കിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടിങ് ഫീയും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താ പറയുക ബില്ലും ഒക്കെ വരുന്നത്. അതൊക്കെ സാധാരണക്കാരായി നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗർമാരുടെ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇവർ പറയുന്ന പ്രോഡക്റ്റ്സ് ഒന്നും നിങ്ങൾ വാങ്ങിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ല, വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട്. അപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ഇങ്ങനെയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം വിശ്വാസയോഗ്യമായിട്ട് വാങ്ങിക്കൂ. ചിലവർ ബ്യൂട്ടി പ്രോഡക്ട്സ് കയ്യിൽ തേച്ച് കാണിക്കുന്നു, ചിലവർ കാലിൽ തേച്ച് കാണിക്കുന്നു. പക്ഷേ മുഖത്തൊന്നും ഇവർ തേച്ച് കാണിക്കുന്നത് ഞാൻ കണ്ടില്ല. ഇങ്ങനെ സോപ്പും എന്താ ഈ ഫേസ് വാഷ് സാധനങ്ങൾ. അപ്പോൾ ഇപ്പോൾ മുഖത്ത് ഇങ്ങനെ തേക്കുന്നതെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ക്രീമുകൾ, ഇത് സൺസ്ക്രീമാണ്, ഇത് ഫേസ് ക്രീമാണ്, ഇത് മറ്റേതാണ് ഫേസ് വാഷാണ്, പിന്നെ ഇതെന്തുവാ, പിന്നെ സ്നോയാണ്, എന്തുവാ കൊറിയൻ സ്നോയോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഇത് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞത് മൂക്കള ഉണ്ടല്ലോ, മൂക്കള പോലുള്ള സാധനം ഇങ്ങനെ മുഖത്തോട്ട് വെച്ച് തേക്കുന്ന പോലെ എനിക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നു ഗൈസ്. ഞാൻ ചിരിക്കാൻ മുഖം ചുമയ്ക്കും, സംസാരിക്കാൻ മുഖം ചുമക്കും. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയണ്ട ഞാൻ മുഖത്ത് പൊട്ടിയിട്ട് വന്ന് എന്നെ ഡയറക്റ്റ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ മുഖം പെട്ടെന്ന് ഫേസ് സെൻസിറ്റീവാണ്. ഞാനെന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ തന്നെ എൻ്റെ മുഖം ചുമക്കും. അപ്പോൾ ഗൈസ് ഇതേ കണക്കുള്ള മൂക്കള പോലുള്ള സാധനങ്ങൾ തേക്കാതെ നിങ്ങൾ നല്ല പ്രോഡക്റ്റ്സ് വാങ്ങിക്കും. നിങ്ങളിപ്പോൾ ലാക്മിയുടെയോ ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ കണ്ണ് വരയ്ക്കുന്ന ലാക്മിയുടെയോ അല്ലെങ്കിൽ കൊറോസലിൻ്റെ അല്ലെങ്കിൽ മേബി ലൈൻ്റെയോ ഒക്കെ കണ്ണ് വരയ്ക്കാൻ ഞാൻ സാധാരണ ഉപയോഗിക്കും. അത് നമ്മൾക്കിപ്പോൾ കണ്ണ് വരയ്ക്കാൻ കണ്ണിനകത്തേ കണ്ണ് വരയ്ക്കുന്നു. അപ്പോൾ അതുപോലെ ഇതേ ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും അത് ഞാൻ പിന്നെ സാധാരണ മെബിലൈൻ്റെ പിന്നെ അതിൻ്റെ ലിപ്സ്റ്റിക്കാണ് ചിലപ്പോഴൊക്കെ മിക്കവാറും, അല്ലെങ്കിൽ ലാക്മിയുടെ ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും ഷെയ്ഡ് തേക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തേച്ചോളൂ. പക്ഷേ ഈ ഫേസ് കണ്ണ് വരയ്ക്കുന്ന ലിപ്സ്റ്റിക്ക് പറയാനും അറിയത്തില്ല, മന്ദബുദ്ധി, ഞാൻ എന്നെ തന്നെ പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ നിങ്ങൾക്ക് ബ്രാൻഡ് അനുസരിച്ച് ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷേ ഈ ഫേസ് തേക്കുന്ന ക്രീമുകൾ, പ്രത്യേകിച്ചും കുട്ടികൾ, ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകി ഒരു നല്ലൊരു മോയ്സ്ചറൈസറും തേച്ച് ഒരു സൺസ്ക്രീനും തേച്ചാൽ മാത്രം മതി. അല്ലാണ്ട് നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും തേച്ച് നിങ്ങളുടെ സ്കിന്ന് നശിപ്പിക്കേണ്ട. ടീനേജിൻ്റെ സ്കിന്ന് ഏറ്റവും നല്ല സ്കിന്നാണ്. കുറച്ച് പിമ്പിൾസ് വരും, അതൊക്കെ സാധാരണഗതിയിൽ നമുക്ക് പീരീഡ്സ് വരുമ്പോൾ എല്ലാ മാസവും പീരീഡ്സ് വരുമ്പോൾ എനിക്ക് പിമ്പിൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് പീരീഡ്സ് വരുമ്പോൾ പിമ്പിൾ വരും, നമുക്കൊരു ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ പിമ്പിൾസ് വരും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ മാക്സിമം വെയിൽ കൊള്ളാതിരിക്കാൻ സൺസ്ക്രീൻ തേക്കണം. സൺസ്ക്രീൻ ഉറപ്പാണ്, 50+ സൺസ്ക്രീൻ ചെയ്യണം. അത് ചെയ്യണം. അല്ലാണ്ട് ഇവർ പറയുന്ന സോപ്പുകൾ തേക്കുക, ഇവർ പറയുന്ന വൈറ്റനിങ് ക്രീം, നമുക്ക് വെളുക്കുന്നത് ഒരു സൗന്ദര്യമേ അല്ല. നമ്മൾ വെളുത്ത് കഴിഞ്ഞാൽ കൊതുക് കടിച്ചാൽ തന്നെ ഇവിടെ എല്ലാം എന്താ ചുമന്നിരിക്കുന്നത്, ഇവിടെ കൊതുക് കടിച്ചതാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൊതുക് കടിച്ചാൽ തന്നെ വലിയ പ്രശ്നവും. ഇത്തിരി ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ഈ കൊതുക് കടിച്ചാലൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു, കുറച്ച് നേരം കറണ്ടിന് ഫുള്ള് കൊതുക് കടിച്ചു. അപ്പോൾ ആ കൊതുക് കടിച്ചപ്പോൾ തന്നെ ഫേസിലെല്ലാം കൊതുക് കടിച്ചതിൻ്റെ പാട്. ഇനി എത്ര ദിവസം, ഒരാഴ്ച കഴിയും മാറാനായിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ വൈറ്റ് കളറിനെക്കാട്ട് എപ്പോഴും നല്ലത് ഡാർക്ക് കളർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയും, നിനക്ക് ഇത്തിരി വെളുത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ പെണ്ണുപിള്ളേ അല്ലെങ്കിൽ മുതുക്ക് സ്ത്രീയെ നിങ്ങൾക്ക് കുറച്ച് വെളുപ്പുണ്ടായതുകൊണ്ടാണല്ലോ നിങ്ങളിത് പറയുന്നത്, വെളുക്കില്ലാത്തതിൻ്റെ വിഷമം നിങ്ങൾക്ക് അറിയാം. അങ്ങനെയല്ല. എനിക്ക്
എപ്പോഴും ബ്ലാക്ക് കളറിനോടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് കളറാണ് എപ്പോഴും പെർഫെക്റ്റ് കളർ. അവർക്ക് ഒരുപാട് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകത്തില്ല, സ്കിന്നിന് അസുഖം ഉണ്ടാകത്തില്ല. വൈറ്റ് കളറിന് പെട്ടെന്ന് തന്നെ എന്താ പറയുക, സൂര്യൻ്റെ അൾട്രാ വയലറ്റൊക്കെ പെട്ടെന്ന് പിടിക്കുമ്പോൾ അവർക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വെളുത്ത കളർക്ക്, ഫെയർ കളർക്ക് ഉണ്ടാവും. ഈ ഫെയർ കളർ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാതെ ഗ്ലൂട്ടാത്തിയോൺ കുത്തിവയ്ക്കുന്നത്, നിങ്ങൾ മറ്റേ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത സ്കിൻ വൈറ്റനിങ് ക്രീം വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. നിങ്ങളെ പ്രൊമോട്ട് ഈ എന്താ പറയുക, ഫുഡ് വ്ളോഗർമാരല്ലോ, ഈ ബ്യൂട്ടി വ്ളോഗർമാർ നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കുന്ന ഈ സാധനങ്ങളെല്ലാം മഹാ വേസ്റ്റാണ്. ഇത് പണ്ടൊരു കോടതി, ഏതോ ഒരു കോടതി അന്നൊരു പ്രശ്നം വന്നപ്പോൾ കോടതി പറഞ്ഞ് ആരിത് പ്രൊമോട്ട് ചെയ്താൽ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്താൽ നിങ്ങളത് യൂസ് ചെയ്ത് വളരെ തെളിവുകളോട് മാത്രമേ പിന്നെ സോഷ്യൽ മീഡിയയിലായാലും പരസ്യങ്ങളായാലും അഭിനയിക്കാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെയൊന്നും അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ കുറേ ബ്യൂട്ടി ബ്ലോഗർമാർ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്തിട്ട് ലക്ഷങ്ങൾ അവർ സമ്പാദിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നോ? അവരാരും ഇത് ഉപയോഗിക്കുന്നുമില്ല. അവർക്ക് എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവാം. അവിടെ ഡോക്ടർ ചെന്നിട്ട് ഈ പിന്നെ കല്യാണി എന്ന് പറയുന്നിട്ട് എനിക്ക് കൊളാബ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല, കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കൊളാബ് നമുക്ക് ആവശ്യമുള്ള ക്ലിനിക്കാണെങ്കിൽ അവർ കൊളാബിന് നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. ഇത് കൊളാബ് ചെയ്യേണ്ടാത്ത ക്ലിനിക്കിൽ ചെന്ന് കൊളാബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ബില്ല് കൊടുത്തപ്പോഴത്തേ പിന്നെ അതിന് പ്രശ്നം ഉണ്ടാക്കി, അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഫോൺ എടുത്ത് വെച്ച് ഞാൻ വലിയ ഇവർ വിചാരിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് വലിയ ആൾക്കാരായി എന്നാണ്. ഇവരൊക്കെ ഒന്നുമല്ല, ഇവർ ഈ കള്ളത്തരം പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി. ഇത് പ്രലോഭനമാണ്, ഇതൊരു തട്ടിപ്പാണ്, ഇതൊരു പറ്റിപ്പാണ്. പാവപ്പെട്ട ജനങ്ങളെ, വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഇതൊക്കെ ഇവരൊക്കെ വലിയ ആൾക്കാർ, ഇവരൊക്കെ വിദ്യാഭ്യാസം വരുന്നുണ്ട്, സംസാരിക്കുന്നിട്ടില്ലേ. BDS MBBS BDS കഴിഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് അവിടെ കോസ്മെറ്റോളജി ക്ലിനിക്കിൽ ഇരിക്കുമോ? അപ്പോൾ അത്രയുള്ള വിവരമേ ഇല്ല. ഹസ്ബൻഡ് എങ്ങാണ്ട് മീഡിയ എന്ന് പറയും, മീഡിയയിൽ അങ്ങോട്ട് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്നിട്ട് വിവരമില്ല, സംസാര രീതികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര വാചാലതയുണ്ട്. ഹലോ ഗായ്സ്, മറ്റേതാണ് ഗായ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനകത്തോട്ട് ഭയങ്കരമായിട്ട് ഇതാവാതെ പ്ലീസ്, നിങ്ങൾ ദയവായിട്ട് ഒരു 10 പേരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്കിന്നിന് ഒരു സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. വളരെ എന്താ പറയുക, വളരെ വീര്യം കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കൂ ഫേസിൽ. അല്ലാണ്ട് ഈ പ്രൊമോട്ടർമാർ പറയുന്ന എല്ലാം ഉപയോഗിക്കാതെ, വർഷങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ആ പ്രോഡക്റ്റ്സുകളൊക്കെ നല്ലത് നോക്കി നിങ്ങളതിൻ്റെ, സത്യം പറഞ്ഞാൽ നിങ്ങളതിൻ്റെ റിവ്യൂ പോയി നോക്കണം. ഓരോ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ നിങ്ങളതിൻ്റെ റിവ്യൂ നോക്കണം. അതിനകത്ത് അവരുടെ കമൻസ് ഒക്കെ ഉണ്ടാവും. ആ കമൻറ്റ് സെക്ഷനിൽ പോകണം, എന്നിട്ട് ഗൂഗിളിൽ പോയി അടിച്ച് നോക്കണം ഈ പ്രോഡക്റ്റ്സിനകത്ത് എന്തൊക്കെയാണ്. നിങ്ങൾ അതിനകത്ത് കണ്ടൻറ്റ് ഒന്ന് അടയ്ക്കണം. ഈ കണ്ടൻറ്റൊക്കെ അടിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അല്ലാണ്ട് ഇവരൊക്കെ പറയുന്ന പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിച്ച് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ ഗായ്സ്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ ഈ എന്താ പറയുന്നത് പോട്ടെ. അപ്പോൾ ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.